മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. ഞാൻ ഈ ചാനലിലൂടെ സുവിശേഷ വ്യാഖ്യാനം നടത്തുന്നത് എപ്പോഴും ഇന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സുവിശേഷ വ്യാഖ്യാനങ്ങൾ കേൾക്കുകയും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പള്ളി കുദാശക്കാലം 2-ാം ഞായറാഴ്ച വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ് സഭ നമ്മുടെ പഠനത്തിനായി നൽകിയിരിക്കുന്നത്. പൊതുവെ ഇതുപോലുള്ള സുവിശേഷ ഭാഗങ്ങൾ വായിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ധനവാന്മാരും നമ്മുടെ സമൂഹത്തിലെ ധനവാന്മാരും അതുപോലെ സഭാ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും പൊതുവെ അല്പം കുറ്റബോധം കൂടുതലുള്ളവരാണ്. കാരണം ധനവാന്മാരെയും സഭാ ശുശ്രൂഷ ചെയ്യുന്നവരെയും യേശു നിശിതമായി സുവിശേഷങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ്. യേശുവിൻ്റെ കാലത്ത് ധനവാന്മാർ എന്ന് യേശു ഉദ്ദേശിച്ചിരുന്നത് സക്കൗസിനെ പോലെയും ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലെ ധനവാനെ പോലെയുമുള്ള വ്യക്തികളെയാണ്. അങ്ങനെയുള്ളവർ ധാരാളമായി അന്ന് സമൂഹത്തിലുണ്ടായിരുന്നു. പാവങ്ങളോട് കരുണയില്ലാത്ത, തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി മറ്റുള്ളവരെ വഞ്ചിച്ച് പണം സമ്പാദിച്ചിരുന്നവർ. അങ്ങനെയുള്ളവരെ നോക്കിയാണ് യേശു നിശിതമായ വിമർശനം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ധനവാന്മാർ എന്ന് പറയുമ്പോൾ കഠിനാധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കുന്നവരാണ്. എങ്ങനെയാണ് ഒരാൾക്ക് പണം ലഭിക്കുന്നത്? മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സേവനങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വസ്തുവകകളോ അവർക്ക് നൽകുമ്പോൾ അതിന് പ്രതിഫലമായി അവർ നൽകുന്നതാണ് നമുക്ക് പണം. അങ്ങനെ ന്യായമായ രീതിയിൽ പണം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ താലന്തുകൾ വർദ്ധിപ്പിക്കണം. അതിന് യേശു ഉപയോഗിച്ചത് തന്നെ ഉപമ പണം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയുള്ള ഒരു കാര്യമാണ് യേശു അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നേടിയെടുക്കുന്നത് ന്യായമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് സംശയിക്കേണ്ട കാര്യമില്ല. അവർ ചെയ്യുന്നത് വലിയൊരു സേവനമാണ്. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെയുള്ളവരൊക്കെ അനുഗ്രഹീതരായിത്തീരും. മാത്രമല്ല, ഇത്രയോ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി, യേശു അന്നുണ്ടായിരുന്ന പുരോഹിത പ്രമുഖന്മാരെയും മറ്റ് ഫരിസേയ പ്രമാണികളെയും ഒക്കെ നിശിതമായി വിമർശിക്കുന്നതായി കാണുന്നു. അതുകൊണ്ടാണ് പത്രോസ് ചോദിക്കുന്നത്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് 100 ഇരട്ടിയായ പ്രതിഫലം ലഭിക്കും. അതോടൊപ്പം തന്നെ യേശു കൂട്ടിച്ചേർക്കുന്നു, മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടാവും. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആത്മീയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പാളിച്ചകൾ എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പാകെ നമ്മളെല്ലാവരും വലിയ കണക്ക് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ അപജയം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അപജയം കൂടിയാണ്. സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നല്ല ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു. മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യു.